എല്ലാവർക്കും വന്ദനം. വളരെ വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് അപ്പോസ്തല പ്രവൃത്തിയിലൂടെയുള്ള യാത്ര. അതിൻ്റെ അർത്ഥം അത്ഭുതങ്ങളുടെ യാത്ര എന്ന് വേണമെങ്കിൽ പറയാം. ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ വലിയ അത്ഭുതങ്ങൾ നമ്മൾ കാണും. ഒരു കാര്യം നമ്മൾ അറിയണം, സമ്മർദ്ദങ്ങൾ വരുമ്പോൾ തളർന്നു പോകരുത്. നമ്മുടെ ജീവിതത്തിൽ സമ്മർദ്ദങ്ങൾ വരും. മുന്തിരിങ്ങ പിഴിയാതെ എങ്ങനെ വൈനുണ്ടാക്കും? പൂക്കൾ പിഴിയാതെ എങ്ങനെ പെർഫ്യൂം ഉണ്ടാക്കും? അപ്പോൾ സമ്മർദ്ദങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ മേൽ വരുന്ന ഒരു ഞെക്കിപ്പിഴിയുന്ന അവസ്ഥയാണ്. എല്ലാ ഭാഗത്തു നിന്നും ഒരു സമ്മർദ്ദം. എന്ത് ചെയ്യണമെന്നറിയില്ല. ദാവീദ് പറയുന്നു, നീ മുമ്പും പിമ്പും അടച്ചു, നിന്റെ കൈ എൻ്റെ മേൽ ഭാരമായി വെച്ചിരിക്കുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഈ പരിജ്ഞാനം എനിക്ക് അത്ഭുതകരമായിട്ട് തോന്നുന്നു. അപ്പോൾ സമ്മർദ്ദങ്ങൾ എല്ലാവർക്കും ഉണ്ടാകും. അതിൻ്റെ നടുവിൽ തളരരുത്. അതിൻ്റെ മുമ്പിൽ ധൈര്യപ്പെടണം. ഇതെന്തോ ദൈവത്തിന് എന്നെ എന്തോ ഒരുക്കിയെടുക്കാനുണ്ട്. പൗലോസ് അതിനെക്കുറിച്ച് പറയുന്നു, നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. ദൈവത്തിൻ്റെ സമ്മർദ്ദമാണ് നമ്മൾ ഏറ്റെടുക്കേണ്ടത്. സാഹചര്യങ്ങൾ നമ്മെ പലതിലും വേണ്ടി സമ്മർദ്ദം ചെലുത്തും. അവരുടെ പല സമ്മർദ്ദങ്ങളിലും നാം വിധേയപ്പെടരുത്. ദൈവം നമ്മെ സമ്മർദ്ദപ്പെടുത്തുന്നത് നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. ദൈവത്തിൻ്റെ ആ സമ്മർദ്ദത്തിൽ നമുക്ക് മുന്നോട്ട് പോകണം. പാപം നമ്മെ സമ്മർദ്ദത്തിലാക്കാൻ നോക്കും. ബന്ധങ്ങൾ, പല തെറ്റായ ബന്ധങ്ങൾ പോലും ചിലപ്പോൾ സമ്മർദ്ദത്തിലാക്കാനായിട്ട് ശ്രമിക്കും. എന്നാൽ ഇതിൻ്റെ നടുവിൽ കർത്താവ് നമ്മെ എന്തിനു വേണ്ടി നിർബന്ധിക്കുന്നുവോ ആ നിർബന്ധത്തിൽ, ആ സമ്മർദ്ദത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെങ്കിൽ മനോഹരമായ വൈൻ, മനോഹരമായ പെർഫ്യൂം, പൂക്കളിൽ നിന്നും അതുപോലെ മുന്തിരിയിൽ നിന്നൊക്കെ നല്ലത് പുറത്തു വരുന്നത് പോലെ നമ്മുടെ അകത്ത് കിടക്കുന്ന ഏറ്റവും നല്ലതിനെ പുറത്തെടുക്കാൻ ഈ സമ്മർദ്ദങ്ങളെല്ലാം കാരണമാകും. നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ സമ്മർദ്ദങ്ങളും നമ്മിലുള്ള ഏറ്റവും നല്ലതിനെ പുറത്തു കൊണ്ടുവരാൻ മാത്രമാണ്. അങ്ങനെ വിശ്വസിക്കുക. അതിനുള്ള കൃപ ദൈവം യേശു കർത്താവ് നിങ്ങൾക്ക് തരട്ടെ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടി യേശുവിനെ ആരാധിക്കാം. നിന്നെ നിൻമുഖം കാണേണം, നിൻ സ്വരം കേൾക്കണം, നിന്നിൽ ചേർന്നു ജീവിപ്പാൻ
എന്നെ ഞാൻ തന്നിടുന്നു നിൻ കയ്യിൽ നിന്നിൽ ചേർന്നു ജീവിപ്പാൻ എന്നെ ഞാൻ തന്നിടുന്നു നിൻ കയ്യിൽ ചേർന്നു ജീവിപ്പാൻ നിന്നെ പോലാകണം നിൻ മുഖം കാണണം നിൻ സ്വരം നിന്നിൽ ചേർന്നു ജീവിപ്പാൻ നിന്നിൽ ചേർന്നു ജീവിപ്പാൻ യേശുവേ നിന്നിൽ ചേർന്നു ജീവിപ്പാൻ. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൻ്റെ 5-6 വാക്യങ്ങളാണ് ഇന്ന് നമ്മൾ വായിക്കുന്നത്. അന്ന് ആകാശത്തിന് കീഴുള്ള സകല ജാതികളിൽ നിന്നും യെരുശലേമിൽ നിന്നും വന്നു പാർക്കുന്ന യഹൂദന്മാരായ ഭക്തിയുള്ള പുരുഷന്മാരുണ്ടായിരുന്നു. ഈ മുഴക്കമുണ്ടായപ്പോൾ പുരുഷാരം വന്നുകൂടി. ഓരോരുത്തൻ താൻ തൻ്റെ ഭാഷയിൽ അവർ സംസാരിക്കുന്നത് കേട്ട് അമ്പരന്നു പോയി. പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പോൾ പെന്തക്കോസ് നാളിൽ യെരുശലേമിൽ വെളിപ്പെട്ടപ്പോൾ മർക്കോസിന്റെ മാളിക മുറിയിൽ ഇറങ്ങിയപ്പോൾ അന്ന് ഈ യെരുശലേമിന് ഒരു പ്രത്യേകതയുണ്ട്. ഭൂമിയിൽ എല്ലാ രാജ്യങ്ങളിലും എത്തിയ യഹൂദന്മാരുടെ പ്രത്യേകത ഭൂമിയിലെ എല്ലാ സ്ഥലത്തും അവരെത്തി. ഒന്ന്, അവർ ബുദ്ധിയിൽ വളരെ മികവും ബിസിനസ്സിൽ വളരെ കഴിവുമുള്ളവരായതുകൊണ്ടും, 2, ദൈവം അവരെ ചിതറിപ്പിച്ചതുകൊണ്ടും അവർക്ക് ഭൂമിയുടെ എല്ലാ ഭാഗത്തും എത്തുവാൻ കഴിഞ്ഞു. അവർ ദൈവത്തോട് തെറ്റ് ചെയ്തപ്പോൾ അവർ പാർക്കുന്ന രാജ്യത്ത് നിന്ന് അവരെ ചിതറി ഓടിപ്പിച്ചു. അങ്ങനെ അവർ ചിതറി. എന്നാൽ അവർക്ക് ജ്ഞാനവും കഴിവുള്ളത് കൊണ്ട് ചിതറി ഓടിയ നാടുകളിൽ അവർ കുറഞ്ഞു പോയില്ല. അവർ ദാനിയേലിനെ പോലെ ജോസഫിനെ പോലെ ശ്രേഷ്ഠരായി മാറി. ഏത് രാജ്യത്ത് ചെന്നാലും അവർ നമ്പർ 1 നിന്നു. രാജ്യങ്ങൾക്ക് അവർ വളരെയധികം പ്രയോജനമുള്ളവരായിട്ട് മാറി. ദൈവം മുറിക്കുകയും മുറിവ് കെട്ടുകയും ചെയ്യുന്നവനാണ് എന്നുള്ളതിൻ്റെ തെളിവിതാണ്. ദൈവം ചിതറിച്ചെങ്കിലും പോയിടത്തെല്ലാം അവർ നശിക്കാൻ ദൈവം അനുവദിച്ചില്ല. അതൊരു ബാലശിക്ഷ എന്ന് വേണമെങ്കിൽ പറയാം. അതിലൂടെ നെഹമ്യാവ് പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവമേ, നിന്റെ വഴി വിട്ടുപോയാൽ ഭൂമിയുടെ അറ്റത്തോളം ചിതറിക്കുമെന്നും നിന്റെ വഴിയിലേക്ക് തിരിച്ചു വന്നാൽ ഭൂമിയുടെ അറുതികളിൽ നിന്ന് കൂട്ടിച്ചേർക്കുമെന്നും ഞങ്ങളുടെ പിതാക്കന്മാരിലൂടെ അരുളി ചെയ്ത ദൈവമേ എന്ന് പറഞ്ഞാണ് പ്രാർത്ഥിക്കുന്നത്. ദൈവം അത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വഴി വിട്ടുപോയാൽ, അനുസരണക്കേട് കാണിച്ചാൽ ഭൂമിയുടെ അറ്റം വരെ ചിതറിച്ചു കളയും. എന്നാൽ നിങ്ങൾ ഏറ്റു പറഞ്ഞ് മടങ്ങി വന്നാൽ ഭൂമിയുടെ അറുതികളിൽ നിന്ന് നിങ്ങളെ കൂട്ടിച്ചേർക്കും. ഇതെത്ര ദൈവത്തിൻ്റെ പദ്ധതി! ദൈവം അബ്രഹാമിൻ്റെ സന്തതിയോട് പ്രത്യേകമായ പരിഗണന വെച്ചിട്ടുണ്ട്. കാരണം അബ്രഹാമും ദൈവവും തമ്മിൽ ഒരു തീരുമാനമുണ്ട്, ഒരു ഉടമ്പടിയുണ്ട്. അത് ദൈവത്തിന് ആ കരാർ ലംഘിക്കാൻ കഴിയില്ല. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ കാര്യം ഉറപ്പായെന്നാണ്. അപ്പോൾ അബ്രഹാം മരിച്ചു, യേശുവും മരിച്ചു. അതുകൊണ്ട് ഈ ഉടമ്പടി ചെയ്ത 2 പേരും മരിച്ചതുകൊണ്ട് ആ കരാർ ഈ ഭൂമിയിൽ ഏറ്റവും ഉറപ്പുള്ളതും ദൃഢമുള്ളതുമായി മാറാനായിട്ട് ഇടയായി തീർന്നു. അപ്പോൾ ആകാശത്തിൻ്റെ കീഴെയുള്ള എല്ലാവരും തന്നെ സകല ജാതികളിൽ നിന്നും
യെരുശലേമിൽ വന്ന് പാർക്കുന്ന യഹൂദന്മാരായ ഭക്തിയുള്ള പുരുഷന്മാരുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ ഭൂമിയിലെ ഭാഷയും ഈ പോയവർക്കൊക്കെ അറിയാം. കേരളത്തിൽ വന്നവർക്ക് മലയാളം അറിയാം. എറണാകുളത്ത്, കൊച്ചിയിൽ മലയാളം പറയുന്ന യഹൂദന്മാരുണ്ട്. അവരെല്ലാം തിരിച്ചുപോയി ഇസ്രായേലിൽ ചെന്നപ്പോൾ ഇസ്രായേലിൽ അവർ മലയാളം സംസാരിക്കാറുണ്ട്. മലയാളികൾ ചെല്ലുമ്പോൾ ഓരോ രാജ്യത്തുനിന്ന് പോയവർ ഇപ്പോൾ മടങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവിൻ്റെ വരവിന് മുമ്പ് എല്ലാ ഭാഗത്തു നിന്ന് ആൾക്കാർ തിരിച്ചു പോവുകയാണ്. അപ്പോൾ അവരെല്ലാം അവിടെ ചെന്ന് അവരുടെ രാജ്യത്ത് പാർക്കുമ്പോൾ തന്നെ പോയ രാജ്യത്തിലെ ഭാഷയോട് അവർക്കൊരു ആത്മാർത്ഥതയുണ്ട്. അപ്പോൾ ഇവർ വിവിധ ഭാഷകളിൽ സംസാരിച്ചപ്പോൾ, വെറും ഗലീലക്കാർ സംസാരിച്ചപ്പോൾ, ഇവർ ഈ ഭക്തിയുള്ള പുരുഷന്മാർ ഈ സ്വരം കേട്ടപ്പോൾ വന്നുകൂടിയെന്നാണ്. ഈ 6-ാം വാക്യത്തിൽ ഈ മുഴക്കമുണ്ടായപ്പോൾ പുരുഷാരം വന്നുകൂടി. ഒരു ഭയങ്കര കുലുക്കം, ഭയങ്കര മുഴക്കം. ഈ പുരുഷാരം വന്നുകൂടി. ഓരോരുത്തൻ താന്താൻ്റെ ഭാഷയിൽ അവർ സംസാരിക്കുന്നത് കേട്ട് അമ്പരന്ന് പോയി. ഈ മുഴക്കം ഉണ്ടായപ്പോൾ ഓടിക്കൂടിയപ്പോൾ കേരളത്തിൽ നിന്ന് എന്നവർ നോക്കുമ്പോൾ പത്രോസ് ഇരുന്ന് മലയാളം പറയുന്നു, യോഹന്നാനിരുന്ന് തമിഴ് പറയുന്നു, മഗ്ദലക്കാരി മറിയിരുന്ന് ചൈനീസ് ഭാഷ പറയുന്നു. എല്ലാ രാജ്യത്തും പോയവർ കേട്ട് അമ്പരന്ന് പോയി. അനേക ഭാഷകളിലുള്ളവർ ഇത് കേട്ട് അമ്പരന്ന് പോയി. അപ്പോൾ ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കുന്നത്? കർത്താവ് ഒരു വാക്ക് പറഞ്ഞു, നിങ്ങൾ യെരുശലേമിൽ നിന്ന് പോകരുത്. എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി യെരുശലേമിൽ ഇരിക്കണം, നിങ്ങൾ ഗലീലേക്ക് പോകരുത്. കാരണം ഇത് സംഭവിക്കുന്നത് ഗലീലെ. കർത്താവ് നേരത്തെ സെറ്റ് ചെയ്യണല്ല. പെന്തക്കോസ് നാള്, പെരുന്നാളിന് അവധിക്ക് നാട്ടിൽ വരുന്ന എല്ലാവരെയും ഈ ഒരൊറ്റ ദിവസം കൊണ്ട് പിടിക്കണം. എല്ലാ ഭാഷകളിലും സുവിശേഷം എത്തണം, എല്ലാ ഗോത്രങ്ങളിലും സുവിശേഷം എത്തണം. പെന്തക്കോസ് നാളിൽ ആദ്യം സഭ പിറന്നു വീണ അന്ന് തന്നെ സുവിശേഷം എല്ലാ ഭാഷകളിലേക്കും ശക്തമായി വ്യാപരിച്ചു. ഗലീലയിലാണെങ്കിൽ നടക്കുമോ? ഗലീലയിൽ അങ്ങനെ എല്ലാ രാജ്യത്തുള്ളവർ വരില്ല. ഇത് യെരുശലേമിലാണ്, സിറ്റിയിലാണ് വരുന്നത്. യെരുശലേമിലാണ് പ്രധാന ദേവാലയമുള്ളത്. അതുകൊണ്ട് എല്ലാവരും അവിടെ വരും. ഇസ്രായേലിൽ എവിടെ പാർക്കുന്നവരാണെങ്കിലും അവർക്ക് യെരുശലേമിൽ വരാതെ പരിപാടിയില്ല. അങ്ങനെ വന്നു പാർക്കുന്ന എല്ലാവരും ഈ മുഴക്കമുണ്ടായിട്ട് ഓടിക്കൂടി. അതാണ് നമ്മൾ വായിച്ചത്. ഈ മുഴക്കം ഉണ്ടായപ്പോൾ പുരുഷാരം വന്നുകൂടി. ഓരോരുത്തൻ തൻ്റെ ഭാഷയിൽ അവർ സംസാരിക്കുന്നത് കേട്ട് അമ്പരന്ന് പോയി. അപ്പം ഇതിൽ നിന്ന് പഠിക്കാൻ പോകുന്ന ചില കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, ദൈവത്തിൻ്റെ പദ്ധതി എല്ലാ രാജ്യങ്ങളിലേക്കും എത്തണം. എല്ലാ രാജ്യങ്ങൾക്കും ഉള്ളതുമാണ്. അപ്പൊ ദൈവത്തിൻ്റെ പദ്ധതി യെരുശലേമിന് അല്ലെങ്കിൽ ഇസ്രായേലിന് വേണ്ടി മാത്രമുള്ളതല്ല, എല്ലാ രാജ്യങ്ങൾക്കും വേണ്ടിയുള്ളതാണ്. അപ്പൊ ദൈവത്തിൻ്റെ പദ്ധതിയാണത്. അത് സഭ പിറന്നു വീണത് അപ്പോഴാണ്. എന്താണ് സഭ പിറന്നു വീണത്? യേശുവിൻ്റെ ക്രൂശ് മരണത്തിൻ്റെ അന്നല്ല, യേശു ജനിച്ച അന്നുമല്ല, ദൈവം വാഗ്ദത്തം പറഞ്ഞ അന്നുമല്ല. യേശു ക്രൂശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന അന്നാണ് സഭ പിറന്നു വീഴുന്നത്. സഭ പിറന്നു വീഴുന്ന അന്ന് തന്നെ ഭൂമിയിലുള്ള എല്ലാ ഭാഷ സംസാരിക്കുന്നവരും ആകർഷിക്കപ്പെടുന്ന ഒരു അമ്പരന്ന് പോകുന്ന ഒരു കാര്യമുണ്ടായി. ഈ ഗലീലക്കാരിരുന്ന് ഭൂമിയിലുള്ള എല്ലാ ഭാഷയും സംസാരിച്ചു. അന്ന് അവിടെ എല്ലാം ഏതൊക്കെ ഭാഷക്കാർ വന്നിട്ടുണ്ടോ ആ ഭാഷക്കാരെല്ലാം അവർക്കറിയാവുന്ന ഭാഷയിൽ ദൈവത്തിൻ്റെ വചനം കേട്ടു, സുവിശേഷം കേട്ടു, യേശുവിനെ കുറിച്ച് കേട്ടു, രക്ഷയെക്കുറിച്ച് കേട്ടു, സ്നാനത്തെക്കുറിച്ച് കേട്ടു, പരിശുദ്ധാത്മാവിനെ കുറിച്ച് കേട്ടു, വിശുദ്ധ ജീവിതത്തെക്കുറിച്ച് കേട്ടു. അവരെല്ലാം സുവിശേഷം കേട്ടു. അതാണ് ദൈവത്തിൻ്റെ പ്ലാൻ. എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണം. ഒരൊറ്റ ദിവസം കൊണ്ട് ദൈവത്തിൻ്റെ ഓരോ പരിപാടികൾ. അതുകൊണ്ട് യെരുശലേമിൽ തന്നെ ഇരിക്കണമെന്ന് പറഞ്ഞതിന് കാരണമുണ്ട്. നിങ്ങൾ വേറെ എങ്ങും പോകരുത്, നിങ്ങൾ യെരുശലേമിൽ തന്നെ തുടരണം. യെരുശലേമിൽ ഉണ്ടെങ്കിൽ മാത്രമേ
ദൈവത്തിൻ്റെ പ്രോഗ്രാം നടക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ അറിയേണ്ടത് ചില രാജ്യങ്ങളിൽ നാം പാർക്കണമെന്നുള്ളത് ദൈവഹിതമാണ്. അമേരിക്കയിൽ, അന്റാർട്ടിക്കയിൽ, അട്ടപ്പാടിയിൽ, എവിടെയായാലും ദൈവത്തിൻ്റെ പ്രോഗ്രാമാണത്. അവിടെ ആരൊക്കെയോ വരാനുണ്ട്, ഏതൊക്കെയോ ഭാഷക്കാർ വരാനുണ്ട്. നീ പാർക്കുന്നൊരു കൊച്ചു ഗ്രാമമാണെങ്കിൽ പോലും ഭൂമിയിലുള്ള എല്ലാ ഭാഷക്കാരെയും നിന്റെ അടുക്കൽ കൊണ്ടുവരാൻ ദൈവത്തിന് കഴിയും. നിന്റെ മേൽ വെളിപ്പെടുന്ന പരിശുദ്ധാത്മാവിൻ്റെ പരിവർത്തനമാണ്. എല്ലാ ഭാഷക്കാരും, എല്ലാ ഗോത്രങ്ങളും നിന്റെ അടുക്കൽ വരും. അതിന് ടൗൺ ആകണമെന്നൊന്നുമില്ല. എന്നാൽ ദൈവം പുത്രനായ യേശു വെച്ചിരുന്ന പ്രോഗ്രാം യെരുശലേമിലാണ്. കാരണം യെരുശലേമിലുള്ളവരാണ് യേശുവിനെ തള്ളിയത്. അതുകൊണ്ട് യെരുശലേമിൽ തന്നെ യേശുവിനെ സ്വീകരിച്ചവർ ഇരിക്കുമ്പോൾ അവരുടെ മേൽ പരിശുദ്ധാത്മാവിനെ പകരാൻ കർത്താവ് വളരെയധികം ആഗ്രഹിച്ചു. അപ്പോൾ ഒന്ന്, ദൈവത്തിൻ്റെ പദ്ധതി എല്ലാം എല്ലാ രാജ്യങ്ങൾക്കുമുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, പരിശുദ്ധാത്മാവ് പരിമിതികളെ പൊളിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തി 2:6 നമ്മൾ കാണുന്നത് അതാണ്. പരിമിതികളെ പൊളിച്ചു കളഞ്ഞു. ഈ മുഴക്കമുണ്ടായപ്പോൾ പുരുഷാരം വന്നുകൂടി. എല്ലാവരും ഭാഷകളിൽ സംസാരിക്കുന്നത് കേട്ട് അമ്പരന്ന് പോയി. പരിമിതികളെല്ലാം പൊളിഞ്ഞു പോകും. പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ പരിമിതികൾ പൊളിഞ്ഞു പോകും. എന്താ കാരണം? ഭാഷയാണ് എല്ലാവരും വേറെ വേറെ ആക്കിയത്. ബാബേൽ ഗോപുരം പണിയാൻ, ബാബേൽ കോട്ട പണിയാൻ അവർ ആഗ്രഹിച്ചു. ദൈവം അവരുടെ ഭാഷകളെ കലക്കി കളഞ്ഞെന്ന്. അവരെ തമ്മിൽ കലക്കിയെന്ന് എഴുതിയിട്ടില്ല. അവരുടെ ഭാഷകൾ, അവർക്ക് അവരുടെ വായിൽ അതുവരെ പറഞ്ഞ ഭാഷ പറയാൻ പറ്റുന്നില്ല. എല്ലാവരും വേറെ വേറെ ഭാഷകൾ പറയുന്നു. അങ്ങനെ അവർ ഭൂമിയുടെ എല്ലാ ഭാഗത്തേക്കും ചിതറിപ്പോയി. ഓരോ വീട്ടിലെ അപ്പനും അമ്മയും മക്കളും ഒരു ഭാഷ തന്നെ പറഞ്ഞു. എന്നാൽ അവർക്ക് യൂണിറ്റിയോടെ ഒരു രാജ്യത്ത് ചെന്ന് വർദ്ധിച്ച് പെരുകാൻ കഴിയും. അതുകൊണ്ട് ഭാഷകൾ ദൈവം വളരെ വ്യത്യസ്തമായ നിലയിൽ അവർക്ക് കൊടുക്കാനായിട്ട് ഇടയായി. അപ്പോൾ ഒന്ന്, ഭാഷയാണ് എല്ലാവരെയും വേർപെടുത്തിയത്. ഇതാ ഭാഷ എല്ലാവരെയും ഒന്നിപ്പിക്കുന്നു. ഭാഷ വേർതിരിഞ്ഞപ്പോഴാണ് ഭൂമിയുടെ അറ്റം വരെ അവർ ചിതറിയത്. എന്നാൽ ഭാഷ വീണ്ടും ഒന്നിപ്പിക്കുന്ന ഭാഷയായി 120 പേരുടെ വായിൽ നിന്നിങ്ങനെ വന്നപ്പോൾ അകന്നു പോയവരെ എല്ലാം ഒന്നിപ്പിച്ച. പിന്നീട് നമ്മൾ വായിക്കുന്നു, അവർ ഒരുമനപ്പെട്ട് ദിനം പ്രതി കൂടി വന്നു 3000 പേർ. അന്നുള്ള ഭാഷകളെല്ലാം അതിനകത്ത് വന്നു. കർത്താവിൻ്റെ കരം എത്ര ഭയങ്കരമാണ്! ഞാൻ അതിശയിക്കാറുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം അസാധാരണമായ ഒരു ചരിത്രമാണ്. എല്ലാ ഭാഷക്കാരെയും തൊടുവാൻ, എല്ലാ ഗോത്രങ്ങളെയും തൊടുവാൻ, എല്ലാവരെയും രക്ഷിക്കുവാൻ കർത്താവിന് മനസ്സാണെന്നുള്ളതിൻ്റെ തെളിവാണത്. മൂന്നാമത്തെ കാര്യം, സഭയുടെ ദൗത്യം സുവിശേഷം പരത്തുക എന്നാണ്. എല്ലായിടത്തും സുവിശേഷം എത്തണം. അപ്പോസ്തലപ്രവൃത്തി 17:30. എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്നുള്ളത് മനുഷ്യരോട് കൽപ്പിച്ചിരിക്കുന്നു. എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണം. മുഖപക്ഷമില്ല, പരിമിതികളില്ല. എല്ലാവരും രക്ഷിക്കപ്പെടണം. എല്ലാവരും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. എല്ലാവരും കൃപാവരങ്ങൾ പ്രാപിക്കണം. എല്ലാവരും നിത്യജീവൻ അവകാശികളാക്കണം. അതൊക്കെ ദൈവത്തിൻ്റെ ദാഹമാണ്. അപ്പോൾ സഭയുടെ ദൗത്യം സുവിശേഷം പരത്തുക എന്നാണ്. അതുകൊണ്ട് സഭ ഇറങ്ങി വന്നപ്പോൾ തന്നെ സുവിശേഷം എല്ലായിടത്തും എത്തി. എല്ലാ രാജ്യങ്ങളിലും സുവിശേഷം എത്താനുള്ള ചാനലുകളെ ആദ്യം കർത്താവ് തൊട്ടു. ഇതുപോലെ പല ഗോത്രങ്ങളെയും വലിയ കൂട്ടുകുടുംബങ്ങളെയൊക്കെ തൊടാൻ ആ കുടുംബത്തിലെ ഒരു വ്യക്തിയെ മതി. ആ വ്യക്തി ആ വീടിനെ ഇൻഫ്ലുവൻസ് ചെയ്ത് ബാക്കിയുള്ളവരെ കൂടി ഈ ദൈവകൃപയിലേക്ക് കൊണ്ടുവരാൻ പ്രാപ്തിയുള്ള വ്യക്തിയായിരിക്കും. അതിനുള്ള കൃപ ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നിങ്ങളിലൂടെ കർത്താവ് അത് ചെയ്യും. നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, കേൾക്കുന്ന വചനങ്ങളിലൂടെ തന്നെ അസാധാരണമായ ദൈവപ്രവർത്തികൾ നടക്കട്ടെ. അനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ എല്ലാവരുടെ മേലും ദൈവകൃപ ഒഴുകട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ. കർത്താവിൻ്റെ ആത്മാവ് എല്ലാവരെയും ബലപ്പെടുത്തട്ടെ. നാളെ ഇതേ സമയത്ത് കാണാം. ഗോഡ് ബ്ലെസ് യു.